ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ സാം സക്കറിയ കൊട്ടാരക്കര. ദൈവത്തിന് സ്തോത്രം. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനം. ഇന്ന് ഒരു കർത്തൃദിവസമാണല്ലോ. ദൈവജനത്തിന് ഏറ്റവും അധികം സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമാണിത്. പഴയ നിയമ കാലഘട്ടത്തിൽ പോലും അത് ഏറെ സന്തോഷം നൽകുന്ന അനുഭവമായിരുന്നു. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്നാണ് ദാവീദ് പറയുന്നത്. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ യഹോവയുടെ ആലയത്തിൽ ഒരു വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം എന്ന് 84-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 18-ാം വാക്യത്തിൽ കർത്താവ് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നതായി നാം വായിക്കുന്നു. കുഷ്ഠരോഗികളുടെ അവസ്ഥ നമുക്കറിവുള്ളതാണ്. അവർക്ക് സമൂഹ മധ്യത്തിലോ ദൈവാലയത്തിലോ വരുവാൻ അനുവാദമില്ല. അവർ ഏകാന്തതയുടെ തടവറയിൽ കഴിയേണ്ടവരാണ്. അവർ തല മൂടാതെയും അധരം മൂടിയുമിരിക്കണം. അശുദ്ധർ അശുദ്ധർ എന്ന് വിളിച്ചു പറയണം. അവരുടെ വാസം ഇസ്രയേൽ പാളയത്തിന് പുറത്തായിരിക്കണം. അവർ കുഷ്ഠരോഗികളായത് അവരുടെ കുഴപ്പങ്ങൾ കൊണ്ടല്ലെങ്കിൽ പോലും അവർ ഈ നിലയിൽ ശിക്ഷിക്കപ്പെടുകയാണ്. ഇങ്ങനെയുള്ള ഒരു കുഷ്ഠരോഗിയുടെ മാനസിക വിഷമം നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. അങ്ങനെയുള്ള 10 കുഷ്ഠരോഗികളാണ് യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്. അവർക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രം, കുഷ്ഠരോഗത്തിൽ നിന്നും വിടുതൽ ലഭിക്കണം. യേശുവിനെക്കുറിച്ചുള്ള കേൾവിയിൽ അവർക്ക് സൗഖ്യം കൊടുക്കുവാൻ കഴിവുള്ള വ്യക്തിയാണ് യേശു എന്നവർ വിശ്വസിച്ചു. യേശുവിനെ വിശ്വസിക്കുകയും അവർക്ക് തങ്ങളെ തന്നെ യേശുവിൻ്റെ വാക്കനുസരിച്ച് പുരോഹിതന്മാർക്ക് വെളിപ്പെടുത്തുവാനായിട്ട് അവർ താല്പര്യപ്പെടുകയും ചെയ്യുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, അവർ 10 പേരും സുഖമായിരിക്കുന്നു. പുരോഹിതന്മാരത് സാക്ഷ്യപ്പെടുത്തി. അവർ വളരെ സന്തോഷിച്ചു. ആ കൂട്ടത്തിൽ അന്യജാതിക്കാരനായ ഒരു വ്യക്തി, ഒരു ശമര്യക്കാരനുണ്ടായിരുന്നു. മറ്റുള്ളവർ യഹൂദന്മാരായിരുന്നുവെന്ന് ന്യായമായി ചിന്തിക്കാം. 9 പേരും തങ്ങൾക്ക് ലഭിച്ച സൗഖ്യത്തിൽ സന്തോഷിച്ചുകൊണ്ട് തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി. എന്നാൽ ശമര്യക്കാരൻ അതിന് മനസ്സ് വെച്ചില്ല. എന്ത് ത്യാഗം സഹിച്ചും തനിക്ക് സൗഖ്യം കൊടുത്ത യേശുവിനെ കാണണം, ആ കാൽക്കൽ വീഴണം, നന്ദി പറയണം, കർത്താവിന് മഹത്വം കരേറ്റണം. അവൻ മടങ്ങിച്ചെന്ന് കർത്താവിൻ്റെ കാൽക്കൽ വീണ് നന്ദി പറഞ്ഞു. ഇതാണ് ആരാധനയുടെ അനുഭവം. 96-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ, തിരുമുൽ കാഴ്ചയുമായി അവൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവീൻ. പ്രിയരെ, അനേകർ ദൈവത്തിൽ നിന്ന് അനവധി നന്മകൾ പ്രാപിച്ചവരാണ്. പക്ഷേ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ അവർക്ക് കഴിയുന്നില്ല. കർത്താവിൻ്റെ നാമത്തിന് തക്ക മഹത്വമാണ് കൊടുക്കേണ്ടത്. ആ നാമം ഏറ്റവും ശ്രേഷ്ഠമാണ്, ഏറ്റവും ഉന്നതമാണ്. ആ നാമത്തിങ്കലാണ് എല്ലാ മുട്ടും മടങ്ങേണ്ടത്. എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയേണ്ടത്. ആ നിലയിൽ അധരഫലമെന്ന സ്തോത്രയാഗം നാം അർപ്പിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നു. ആ നാമത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയവർക്ക് മാത്രമേ അങ്ങനെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയൂ. കർത്താവിൽ നിന്നും സൗഖ്യം ലഭിച്ചവരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. നാമും പാപകുഷ്ഠം നിറഞ്ഞവരായിരുന്നു. പാളയത്തിന് പുറത്ത് അശുദ്ധർ അശുദ്ധർ എന്ന് പറഞ്ഞ് കഴിഞ്ഞവരായിരുന്നു. എന്നാൽ കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വന്നു. കർത്താവ് നമ്മെ സൗഖ്യമാക്കി. നമ്മുടെ പാപത്തിന് പരിഹാരം യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിലൂടെ ലഭിച്ചിരിക്കയാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും, ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവ് നമ്മെ സൗഖ്യമാക്കിയല്ലോ. ഇനി നാം പാളയത്തിന് പുറത്ത് കിടക്കേണ്ടവരല്ല, ദൈവാലയത്തിനുള്ളിലേക്ക് കടന്നു വരേണ്ടവരാണ്, ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ്. സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവനെ മഹത്വപ്പെടുത്തുന്നുവെന്ന് നാം തിരുവെഴുത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. നമ്മുടെ നാവിൽ നിന്നും സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ഗാനങ്ങൾ ഉയരുകയാണ്. ഏത് സാഹചര്യത്തിലും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയും. കഷ്ടതയുടെ നടുവിൽ കാലുകൾ ആമത്തിലിട്ടിരിക്കുമ്പോഴും അർദ്ധരാത്രിയുടെ ആ സന്ദർഭത്തിൽ പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു. കല്ലേറുകൊണ്ട് മരിക്കുവാൻ തുടങ്ങുമ്പോഴും സ്തെഫാനോസ് കർത്താവിന് മഹത്വം കൊടുത്തു. കർത്താവിന് മഹത്വം കൊടുക്കാതിരുന്ന ഹെരോദാവ് കൃമിക്കിരയായി പ്രാണനെ വിട്ടു. നെബൂഖദ്നേസർ
തൻ്റെ സ്വാർത്ഥതയിൽ, തൻ്റെ സ്വയത്തിൽ പ്രശംസിച്ചതുകൊണ്ട് താൻ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ തൻ്റെ സ്വന്തം ശക്തിയിലും ബലത്തിലും ആശ്രയിച്ചു. കാളയെപ്പോലെ പുല്ല് തിന്നുന്നവനായി 7 വർഷം ദൈവത്താൽ ശിക്ഷിക്കപ്പെടേണ്ടി വന്നു. പ്രിയരെ, നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരോ? ഈ കർത്തൃ ദിവസത്തിൽ നമ്മുടെ കർത്താവിന് നമുക്ക് മഹത്വം കരേറ്റാം. നമ്മുടെ ആരാധനയിൽ സ്വർഗം സന്തോഷിക്കട്ടെ. കർത്താവിൻ്റെ നാമം ആ നിലയിൽ മഹത്വപ്പെടട്ടെ. നമ്മുടെ കർത്താവിനുള്ള മഹത്വം അർപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പാപികളും പാപകുഷ്ഠം നിറഞ്ഞ് പാളയത്തിന് പുറത്ത് അശുദ്ധർ എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവാലയത്തിനുള്ളിൽ പ്രവേശിപ്പാൻ കഴിയാത്തവരായിരുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് സൗഖ്യം നൽകിയതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ ശുദ്ധരാക്കിയത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകിയതുകൊണ്ട് സ്തോത്രം. ഇന്ന് ഞങ്ങളുടെ നാവിൽ പുതിയ പാട്ട് തന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിച്ചങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, സർവമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.